നിലമ്പൂർ നഗരസഭയിൽ ഇത്തവണ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. നിലവിൽ LDF ഭരിക്കുന്ന നഗരസഭയിൽ അൻവർ ഫാക്ടർ എങ്ങനെ പ്രതിഫലിക്കും എന്നത് പ്രധാനമാണ്. 3 മുന്നണികൾക്കുമൊപ്പം തൃണമൂൽ കോൺഗ്രസിന് 5 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളുണ്ട്. തേക്കിന്റെ നാട് ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? കണക്കുകളും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാവുന്ന ഘടകങ്ങളും വിശകലനം ചെയ്യാൻ മലപ്പുറത്ത് നിന്നും ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, ഇത്തവണ നിലമ്പൂരിൽ എന്ത് സംഭവിക്കും? എന്തൊക്കെയാണ് കണക്കുകൂട്ടലുകൾ? UDFന് വലിയ സ്വാധീനമുള്ള നഗരസഭയായിരുന്നു നിലമ്പൂർ നഗരസഭ. 2015 വരെ അത്തരത്തിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനൊക്കെ വലിയ സ്വാധീനമായിരുന്നു. 2015 തദ്ദേശ സ്വയംഭരണ കണക്ക് പരിശോധിക്കുകയാണ്, നഗരസഭയിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ UDFന് 24 സീറ്റും LDFന് വെറും 5 സീറ്റും മറ്റുള്ളവർ 4 സീറ്റും അങ്ങനെ ആയിരുന്നു കക്ഷിനില ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ UDFന് വലിയ സ്വാധീനമായിരുന്നു നിലമ്പൂർ നഗരസഭയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2020 വരുമ്പോൾ നേരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ LDF വലിയ സ്വാധീനത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അത് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ 2015 UDFനാണ് 24 സീറ്റെങ്കിൽ LDFന് 2020 LDFന് 23 സീറ്റ് നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. UDF 9 സീറ്റിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. BJPക്ക് 1 സീറ്റും ഉണ്ടായി. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗ് 9 സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ 9 സീറ്റുകളിലും മുസ്ലിം ലീഗ് പരാജയപ്പെട്ടു. അങ്ങനെ മുസ്ലിം ലീഗ് ഇല്ലാത്ത, മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് ഇല്ലാത്ത നഗരസഭയായി 2020 നിലമ്പൂർ നഗരസഭ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുസ്ലിം ലീഗിനകത്തെ വിഭാഗീയതയും മറ്റുമൊക്കെ ആയിരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം. വലിയ തരത്തിൽ വിമത സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുകയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം 2020 ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ 2020 UDFന്റെ നഗരസഭ അല്ലെങ്കിൽ UDFന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന നഗരസഭ LDFിലേക്ക് പോകാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒന്ന് PV അൻവർ തന്നെയായിരുന്നു. PV അൻവർ എഫക്ട് വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളതായിരുന്നു വിലയിരുത്തപ്പെടുന്നത്. കാരണം അന്ന് വലിയ ക്യാമ്പയിനിങ് PV അൻവർ നടത്തി, വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള ക്യാമ്പയിനുകൾ നടത്തി. അത് തന്നെയാണ് LDFിലേക്ക് നഗരസഭ പോകാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണമായും കരുതുന്നത്. എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞിരിക്കുന്നു. നേരത്തെ LDFനൊപ്പം ഉണ്ടായിരുന്ന PV അൻവർ ഇപ്പോൾ LDFനൊപ്പം ഇല്ല. ഒറ്റയ്ക്ക് TMC മത്സരരംഗത്തുണ്ട്. മാത്രമല്ല ഈ നേരത്തെ LDFന്റെ ഘടകകക്ഷികളായിരുന്ന കോൺഗ്രസ്, കേരള കോൺഗ്രസ് M ഉൾപ്പെടെയുള്ളവരൊക്കെ ഇപ്പം TMCയുടെ ഭാഗമായി TMCയിലേക്ക് പോയി എന്നുള്ള ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ LDFന് കിട്ടിയിരുന്ന വോട്ടുകളൊക്കെ തന്നെ ഒരു പരിധിവരെ TMCയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഒരു മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നഷ്ടപ്പെട്ട നഗരസഭ പിടിച്ചെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. അത്തരത്തിലാണ് UDF മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിലവിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരവും ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കൂട്ടായ ഒരു മുന്നേറ്റമുണ്ടായി, അതിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞു. ആ ഒരു ആത്മവിശ്വാസവും ഒക്കെ UDFനെ മുന്നോട്ട് നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ LDFിലേക്ക് വരികയാണെങ്കിൽ ഈ മുസ്ലിം ലീഗിനകത്ത് വിഭാഗീയത തങ്ങൾക്ക് കൂടുതൽ നല്ല മുതലാക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം LDFനുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഈ LDFന്റെ വികസന നേട്ടങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസവും ഉണ്ട്. അങ്ങനെ നേരത്തെ UDFന് വലിയ സ്വാധീനമുണ്ടായിരുന്ന നിലമ്പൂർ നഗരസഭ അത് 2020 LDF പിടിച്ചടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല ഫാക്ടറുകളും ഉണ്ടെങ്കിൽ പോലും പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തവണ പക്ഷേ UDF തന്നെ തിരിച്ചു വരും. UDFന് അനുകൂലമായ ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. UDF തിരിച്ചു പിടിക്കുമെന്നാണ് അവർ കരുതുന്നത്. അവരുടെ ആത്മവിശ്വാസം അങ്ങനെയാണ്. എന്നാൽ നിലനിർത്താൻ തന്നെയാണ് LDFന്റെ തീരുമാനം. ആ രീതിയിൽ മുന്നോട്ടുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നിലവിൽ LDF. പ്രതിഫലിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജംഷീർ കൊടിഞ്ഞിയാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.